ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രപഞ്ചമാകെ തഴുകി ഉണർത്തുന്ന ആത്മചൈതന്യമാണ് വരേണ്ടത്. പ്രപഞ്ചമാകെ തഴുകി ഉണർത്തുന്ന ദിവ്യ ചൈതന്യം, അത് പരിശുദ്ധാത്മ തേജസ്സാണ്, അത് പരിശുദ്ധാത്മ ചൈതന്യമാണ്. ഇന്ന് മനുഷ്യ മനസ്സുകൾ മയങ്ങിക്കിടക്കുകയാണ്. ഇന്ന് മനുഷ്യ ചേതന ഉറങ്ങുകയാണ്. മനുഷ്യ ജീവിതം ഇന്ന് നിരാശാഭരിതമായി ആകുല ഭാരങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ്. ദുരിതപൂരിതമായ ജീവിതത്തിൻ്റെ യാതനയും വേദനയുമായി വലഞ്ഞ് ആകുലമനസ്കരായി കഴിയുന്ന ആളുകളുടെ തീവ്രമായ ദുഃഖങ്ങളാണ് ഇന്ന് ജീവിതമാകെ നിഴലാർന്ന് വലയം ചെയ്ത് കരിപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചേതനയെ ഉണർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ തേജസ്, നമ്മുടെ നിരാശകൾ മാറ്റുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ യാതനകളും വേദനകളും അകറ്റുന്ന, ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നമുക്ക് നൽകുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ തേജസ് നമ്മിൽ നിഴലിക്കുമ്പോൾ നാം ഭാഗ്യശാലികളായി ഉണരും. നമ്മുടെ ചൈതന്യം ഉണരും. നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശകൾ മാറും. ശാന്തതയും സമാധാനവും കൈവരും. പാപത്തിൻ്റെ അന്ധകാരം നമ്മിൽ നിന്ന് ദൂരെ മാറിപ്പോവുകയും ചെയ്യും. പാപത്തിൻ്റെ കൂരിട്ട് മാറുന്നു. പൈശാചികൻ്റെ ബന്ധനങ്ങൾ അഴിയുന്നു. നമ്മുടെ ജീവിതം നേർപ്പാതയിലല്ല പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. സുബോധം ലഭിക്കുകയാണ്. തഴുകി ഉണർത്തുകയാണ് വചനം. വചനം നമ്മെ തഴുകി ഉണർത്തുന്നു. തഴുകി ഉണർത്തുന്ന വചനം നമ്മുടെ വഴി ചൊവ്വായി പോകുവാൻ മാർഗനിർദ്ദേശം നമുക്ക് തരുന്നു. നേരായ പാതയിലൂടെ, ശരിയായ വഴിയിലൂടെ ഏറ്റവും ശക്തമായ രീതിയിൽ ഇനിയും മുന്നോട്ട് പോകുവാനുള്ള പുതിയ കരുത്ത് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നു. ഈ പുതിയ അനുഭവം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? നാം പോകുന്നത് ശരിയായ വഴിയിലല്ല എന്ന് ഗ്രഹിക്കുമ്പോഴാണ്. തിരുവചനത്തിൽ പറയും, നിൻ്റെ വഴി നാശകരമെന്ന്, നീ പോകുന്ന വഴി നാശകരമെന്ന്. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, നിൻ്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. 22-ാം അധ്യായം 32-ാം വാക്യം, നിൻ്റെ വഴി നാശകരം എന്ന് ഞാൻ കാണുന്നു. ദൈവം തമ്പുരാൻ തൻ്റെ ദൂതനെ അയച്ച് പറയിപ്പിക്കുകയാണ്. ദൈവദൂതൻ പറയുകയാണ്, ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. വായിക്കാം. ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ ഒരു പ്രവാചകനോട് പറയുന്ന വാക്കാണിത്. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിൻ്റെ ദൂതൻ അരുളി ചെയ്യുന്ന ഒരു വചനമാണിത്. നിൻ്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. ദൈവം തന്നെ മനുഷ്യന് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. ഈ പോകുന്ന മനുഷ്യൻ പ്രവാചകനാണ്. അവൻ ദൈവത്തിൻ്റെ വചനം അറിയിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവനാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വചനം നാവിൽ വരച്ച് കിട്ടിയവനാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്ന, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം നാവിന്മേൽ കിട്ടിയ ഒരു പ്രവാചകൻ ദൈവത്തിൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നത് ഇങ്ങനെയാണ്, നീ പോകുന്ന വഴി നാശകരം, നിൻ്റെ വഴി തെറ്റായ വഴിയാണ്, നീ പോകുന്ന വഴി അപകടകരമാണ്. സ്നേഹിതരെ, നിങ്ങൾ കേൾക്കൂ, ജീവനുള്ള ദൈവം ഇപ്പോൾ നമ്മെ വിര ചൂണ്ടിക്കൊണ്ട് പറയുന്നത്, നിൻ്റെ വഴി നാശകരം. ഞാൻ കാണുന്നു, നീ പോകുന്ന അപകടത്തിലേക്കാണെന്ന് ഞാൻ കാണുന്നു. നീ ഇപ്പോൾ നീങ്ങുന്നത് അനർത്ഥത്തിലേക്കാണെന്ന് ഞാൻ കാണുന്നു. ഏറ്റവും ഭയാനകമായ അഗാധ ഗർത്തത്തിലേക്ക് നീ പോവുകയാണ് എന്ന് ഞാൻ കാണുന്നു. പടുകുഴിയിലേക്ക് നീ നീങ്ങുകയാണെന്ന് ഞാൻ കാണുന്നു. തിരിച്ചു വരാൻ വയ്യാത്ത ഭയാനകമായ അനർത്ഥത്തിലേക്ക് ഓരോ ചുവടും നീ വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. നിൻ്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടു വന്നിരിക്കുന്നു. ദൈവദൂതൻ പറയുകയാണ്. ആരാണ് ഈ പ്രവാചകൻ? പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം കിട്ടിയ പ്രവാചകനാണ്. പക്ഷേ ആ പ്രവാചകൻ
സ്വന്തം സ്വകാര്യ ലാഭം ലാക്കാക്കുന്ന പ്രവാചകനാണ്. സ്വകാര്യ ലാഭം ലാക്കാക്കുന്ന പ്രവാചകൻ സ്വന്തം സുഖവും സൗകര്യവും സുവിശേഷ വേല കൊണ്ട്, ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൊണ്ട് സ്വന്തം സ്വാർത്ഥ ലാഭം നേടുന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രതിയോഗിയായി നടക്കുകയാണ് എന്ന സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് തരികയാണ്. ബിലയാം എന്നാണ് പ്രവാചകൻ്റെ പേര്. ആ ദർശകൻ, ആ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം നാവിൽ കിട്ടിയ ആളാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനിടയായ പ്രവാചകനാണ്. ദൈവം നേരിട്ട് സംസാരിച്ച പ്രവാചകനാണ്. ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ വിളിക്കപ്പെട്ട പ്രവാചകനാണ്. എന്നാൽ ഈ പ്രവാചകനോട് ഇപ്പോൾ ദൈവം പറയുന്നു, നിനക്ക് പ്രതിയോഗിയായി ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നു. ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. നിൻ്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. ബിലയാം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മോവാബ് രാജാവായ ബാലാക്ക് ബിലയാമിനെ ക്ഷണിക്കുകയാണ്. ബാലാക്ക് ബിലയാമിനെ ക്ഷണിച്ചത് ദൈവജനത്തെ ശപിക്കുവാനാണ്. ദൈവജനത്തെ ശപിക്കുവാൻ, ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ, ദൈവം വിളിച്ച് പുറപ്പെടുവിച്ചു കൊണ്ടുവരുന്ന ജനത്തെ ശപിക്കുവാൻ. പിതാക്കന്മാർ പറയും, പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ വിവാഹ ശുശ്രൂഷയിൽ പറയും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന തൻ്റെ മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലമേൽ ഇറങ്ങി വന്ന മഹോന്നതനെന്ന്. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലമേൽ ഇറങ്ങി വന്ന മഹോന്നതൻ നടത്തിക്കൊണ്ടുപോകുന്ന ജനമാണ്. ദൈവത്തിൻ്റെ സ്വന്തം മണവാട്ടിയാണ്. ദൈവത്തിൻ്റെ പ്രിയ ജനമാണ്. ദൈവത്തിൻ്റെ വാത്സല്യഭാചനങ്ങളാണ്. ദൈവത്തിൻ്റെ വാത്സല്യഭാചനങ്ങളായ ദൈവത്തിൻ്റെ ജനത്തെ ശപിക്കുവാൻ പോകുന്നത് നാശകരമായ വഴിയാണ്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മുന്നേറ്റത്തെ തടയുന്നത് അപകടകരമാണ്. ദൈവജനത്തിനെതിരെ നിൽക്കുന്നത് ദോഷമാണ്. ദൈവജനത്തെ ശപിക്കുവാനോ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നവരെ ശപിക്കുവാനോ, ദൈവം വാത്സല്യത്തോടെ, ദൈവം സ്നേഹത്തോടെ, ദൈവം അരുമ സന്താനങ്ങളായി വളർത്തിക്കൊണ്ടുപോകുന്ന ജനത്തെ ശപിക്കുവാനോ, എത്ര നിന്ദ്യമായ പ്രവർത്തിക്കാണ് ഈ ബിലയാം പോകുന്നത്. ബിലയാം നോക്കി ബിലയാമിന് സമ്മാനം കിട്ടും. ബിലയാമിന് സമ്മാനം കിട്ടും. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, സ്വന്തം ചില ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഹീനമായ കൃത്യമാണ് ബിലയാം ചെയ്യാൻ പോകുന്നത്. ദൈവജനത്തെ ശപിക്കുവാൻ പോവുകയാണ്. ബിലയാമിന് അറിയാം, വചനം അറിയാം. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ബിലയാം കേട്ടിട്ടുണ്ട്. ബിലയാം പഠിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ജനത്തെ ശപിച്ചാൽ ശാപം വരുമെന്ന് ബിലയാമിന് അറിയാം. ദൈവത്തിൻ്റെ ജനത്തെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം വരുമെന്ന് ബിലയാമിന് അറിയാം. വചനം അറിയാവുന്ന പലരും ദൈവത്തിൻ്റെ സത്യവചനത്തെ, നിർമ്മല സുവിശേഷത്തെ പ്രസ്താവിക്കുന്നവരെ ശപിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്, ആക്ഷേപിക്കാറുണ്ട്, പലരെയും അവഹേളിക്കാറുണ്ട്. നാശകരമാണെന്ന് അവരറിയുന്നില്ല. അതവർക്ക് തന്നെ അവരുടെ തലമുറയ്ക്കും നാശം വരുന്നതാണെന്ന് അവരറിയുന്നില്ല. എന്നാൽ നിർഭാഗ്യവശാൽ ഈ പരമസത്യം അറിയാതെ അനേകം പേര് ദൈവത്തിൻ്റെ ജനത്തെ ശപിക്കുന്നു, ദൈവജനത്തെ പരിഹസിക്കുന്നു, ദൈവജനത്തെ ദൈവവേലയിൽ നിന്ന് വിലക്കുന്നു, ദൈവജനത്തെ ദൈവവേലയിൽ നിന്ന് നിരോധിക്കുന്നു, ദൈവവേലയെ തടുക്കുന്നു. ദൈവവേലയ്ക്ക് വിരുദ്ധമായ പ്രസ്താവനകൾ അവരുടെ നാവിൽ നിന്ന് അവരറിഞ്ഞോ അറിയാതെയോ ഉദീരണം ചെയ്തു വരുന്നു. സഹോദരങ്ങളെ, ഇവിടെ ബിലയാം ദൈവജനത്തെ ശപിക്കാൻ പോവുകയാണ്. ബിലയാമിന് സമ്മാനം കിട്ടും. വന്നവരെ മോവാബ് രാജാവായ ബാലാക്കിൻ്റെ ആളുകൾ പറഞ്ഞു, നിനക്ക് അനേകം സമ്മാനം രാജാവ് കരുതിയിട്ടുണ്ട്, ആ ജനത്തെ ഒന്ന് ശപിച്ചാൽ മതി. അനേകം സമ്മാനങ്ങൾ ബിലയാമിന് പോകണമെന്നുണ്ട്. പക്ഷേ ബിലയാം പറഞ്ഞു, ഞാൻ അങ്ങനെ ചുമ്മാ വരികയില്ല, ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്, എനിക്ക് ഗൈഡൻസ് കിട്ടണം. ദൈവത്തിൽ നിന്ന് ഗൈഡൻസ് കിട്ടാതെ ഞാൻ വരില്ല. ഞാൻ വരണമെങ്കിൽ എനിക്ക് ദൈവത്തോട് ചോദിക്കണം. പറയുന്ന വാക്കുകളെല്ലാം എന്ത് നല്ല ആത്മീയമാണ്. ദൈവത്തോട് ചോദിക്കണം. ദൈവത്തിൻ്റെ വെള്ളപ്പാട് കിട്ടാൻ ഞാനൊന്നും ചെയ്യില്ല, ദൈവം അനുവദിക്കാതെ ഞാനൊന്നും ചെയ്യുകയില്ല, ഞാൻ ദൈവഹിതം മാത്രമേ നിവർത്തിക്കുകയുള്ളൂ. ഈ പറയുന്നതിലെല്ലാം ആത്മീയമായ ഛായയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മിൽ പലർക്കും ആത്മീയ ഛായയുണ്ട്. നമ്മുടെ വാക്കുകളിൽ ആത്മീയമുണ്ട്. നമ്മുടെ വാക്കുകളിൽ ആത്മീയമായ ചില സ്വരങ്ങളുണ്ട്, ആത്മീയമായ ചില തഴക്കങ്ങളുണ്ട്, ആത്മീയമായ ചില സമ്പ്രദായങ്ങളുണ്ട്, ആത്മീയമായ ചില ശൈലികളുണ്ട്. പലർക്കും ഉണ്ട്. കാരണം പല നാളുകളായി കൂട്ടായ്മയിലിരുന്ന് വചനം കേൾക്കുന്നു, നമുക്ക് ചില ശൈലികളൊക്കെ കൈവശം കിട്ടിയിട്ടുണ്ട്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. ബിലയാം പറയുകയാണ്, ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടേ വരൂ, ഈ ദൈവത്തിൻ്റെ അനുവാദം വേണം.
ദൈവത്തിൻ്റെ തിരികെ നിവർത്തിക്കുകയുള്ളൂ, അല്ലാതെ ഞാൻ സ്വന്തമായിട്ടും ചെയ്യില്ല. അവർക്ക് വളരെ ബഹുമാനം തോന്നി. എന്തൊരു നല്ല തീക്ഷ്ണതയുള്ള പ്രവാചകൻ, എന്തൊരു നല്ല ദൈവബോധമുള്ള മനുഷ്യൻ. ശരി, അങ്ങനെയാകട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്നൊരു ദിവസം താമസിക്കുക, എനിക്ക് രാത്രി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഗൈഡൻസ് കിട്ടി, ദൈവത്തിൽ നിന്ന് നടത്തിപ്പ് കിട്ടിയിട്ടേ ഞാൻ വരൂ. പ്രാർത്ഥിച്ചു. നീതമ്പുരാൻ പറഞ്ഞു, നോ, നീ പോകരുത്, നീ പോകരുത്, എൻ്റെ ജനത്തെ ശപിക്കാൻ അവർ വിളിക്കുന്നത്, നീ പോകരുത്. ബലിയാമിന് ഉള്ളിൽ വിഷമം, പോകണമെന്നുണ്ട്. ദൈവത്തിൽ നിന്ന് അവരനുവാദം കിട്ടിയിട്ട് വേണം പോകണമെന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുവാദം ചോദിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതമറിയാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം താല്പര്യങ്ങളെല്ലാം മാറ്റി വയ്ക്കേണ്ടതാണ്. സ്വന്തം താല്പര്യം മാറ്റിവെക്കാതെ, സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കാതെ ചോദിച്ചാൽ അത് അപകടകരമാണ്, ദോഷകരമാണ്. പക്ഷേ പ്രവാചകൻ രാവിലെ പറഞ്ഞു, അയ്യോ, എന്നെ നിങ്ങളുടെ കൂടെ വരാൻ ദൈവം സമ്മതിക്കുന്നില്ല, എനിക്ക് വരാൻ ഗൈഡൻസ് കിട്ടുന്നില്ല, നടത്തിപ്പില്ല. അവർ പോയി ബാലാക്കിനോട് പറഞ്ഞു. ബാലാക്ക് പറഞ്ഞു, നിങ്ങൾ കുറേ അധികം സമ്മാനം കൊണ്ടല്ലേ, നിങ്ങളല്ല, കുറച്ചുകൂടി പ്രഭുക്കന്മാർ, കുറച്ചുകൂടി ആഭിജാത്യമുള്ളവർ, കുറച്ചുകൂടി ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പോയിക്കോ, ചെന്ന് പറയൂ, ഇതൊന്നുമല്ല, വലിയ സ്വർണ്ണക്കട്ടികളും വലിയ സംഭാവനകളും വലിയ സമ്മാനങ്ങളും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, രാജാവ് എന്തെല്ലാം തരാൻ പോകുന്നത്, ഒന്ന് ചെന്ന് പറയൂ. ഇതൊക്കെ കേട്ടപ്പോഴേക്കും ബലിയാമിന് ഉള്ളിൽ ആശ വർദ്ധിച്ചു, ഉള്ളിൽ ആഗ്രഹം വർദ്ധിച്ചു. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ചോദിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം നല്ല ശരിയായി നടത്തിപ്പ് കിട്ടിയതാണ്, പോകണ്ട എന്ന്. പിന്നെ ചോദിക്കാൻ, വീണ്ടും ഒന്നുകൂടെ ചോദിക്കാമെന്ന് തോന്നിയത് ഒരു വാസ്തവത്തിൽ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ചോദിച്ചു. ഇപ്രാവശ്യം ദൈവം പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ദൈവം അനുവദിച്ചതല്ല. വാസ്തവത്തിൽ മനുഷ്യൻ്റെ ആ കുൽസിതമായ വക്രതയുള്ള മനോഭാവത്തെ അവന് തന്നെ മനസ്സിലാക്കാൻ ദൈവം ഒരു അവസരം കൊടുക്കുകയാണ് ചെയ്തത്. ദൈവം അവനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. ബിലയാം ഒരു കഴുതപ്പുറത്ത് കയറി അവരുടെ കൂടെ പോവുകയാണ്. ബിലയാം മുന്നേ കഴുതപ്പുറത്ത് പോകുന്നു. കഴുതയുടെ പുറത്ത് പോകുമ്പോഴാണ് ദൈവദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് വഴിയെ നിൽക്കുന്നത്. തൻ്റെ ജനത്തെ ശപിക്കാൻ പോകുന്നവൻ്റെ നേരെ വാളൂരി പിടിച്ചുകൊണ്ട് ദൈവദൂതൻ നിൽക്കും. തൻ്റെ ജനത്തെ നാശത്തിലേക്ക് നയിക്കുവാൻ പോകുന്നതിൻ്റെ നേരെ നിത്യനായ ദൈവം വാളൂരി നിൽക്കും. അത് ഗൗരവമുള്ള കാര്യമാണ്. ബലിയാം കണ്ടില്ല ദൈവദൂതനെ, പക്ഷേ കഴുത കണ്ടു. പ്രവാചകൻ ആത്മീയ ദർശനമുള്ള ദൈവവൃക്ഷം കണ്ടില്ല, ഈ വാളൂരി പിടിച്ച് നിൽക്കുന്ന ദൈവദൂതനെ കണ്ടില്ല. പ്രവാചകൻ കണ്ടില്ല, ആത്മീയ ദർശനമുള്ള ദൈവവൃക്ഷം കണ്ടില്ല, വാളൂരി പിടിച്ചുകൊണ്ട് മുന്നേ നിൽക്കുന്ന ദൈവദൂതനെ. കഴുത കണ്ടു. ആ ബുദ്ധിയില്ലാത്ത മൃഗം കണ്ടു. ആ മൃഗം വഴി മാറി വയലിലേക്ക് മാറിപ്പോയി. സംഖ്യാപുസ്തകം 22-21 അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണാം, ആ മൃഗം വഴി മാറിപ്പോയപ്പോൾ ബിലയാം കഴുതി അടിച്ചു. നേരെ പോകുന്നതിന് വരെ വഴി മാറിപ്പോയതിനാ. കഴുത നേർവഴിയിലേക്ക് വന്നു. പിന്നെ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ പോയി. ഇടുങ്ങിയ വഴിയിലൂടെ അവിടെ ദൂതനിങ്ങനെ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ. കഴുത അങ്ങ് ഞെരുങ്ങി പോകാൻ നോക്കിയപ്പോൾ ബിലയാമിൻ്റെ കാല് അവിടെ ആ മതിലിനോട് ചേർത്ത് ഞെരിഞ്ഞു. ബിലയാമിന് വലിയ ദേഷ്യം വന്നു. ബിലയാം കഴുതി അടിച്ചു. കഴുത ഉടനെ ചോദിക്കുന്നു, എന്നെ എന്തിനാണ് അടിച്ചത്? നീ എൻ്റെ കാല് വേദനിപ്പിച്ചു, നീ നേർവഴിക്ക് പോയിട്ടില്ല, അതുകൊണ്ട്. കഴുത ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി. കഴുത സംസാരിച്ചു. കഴുത പിന്നെയും നടന്നു. ഒരു വിധത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ വഴിയില്ലാത്തടത്ത് ദൂതൻ ഇങ്ങനെ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. കഴുത അവിടെ ഞാൻ കിടന്നു. ബിലയാം കഴുതി അടിച്ചു. കഴുത അടികൊണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഇതിനും എന്തെങ്കിലും നീ പറഞ്ഞ് അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അനുസരിക്കാത്തത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഉടനെ ബിലയാമിൻ്റെ കണ്ണ് ദൈവം തുറന്നു. കണ്ണ് തുറക്കാത്ത പ്രവാചകന്മാരുണ്ട്. ജീവനുള്ള ദൈവത്തെ കാണാതെ ദൈവത്തിൻ്റെ വേലയ്ക്ക് പോകുന്ന പ്രവാചകന്മാരുണ്ട്. ദൈവം ആരാണെന്നറിയാതെ, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നറിയാതെ, ദൈവീകത്വം എന്താണെന്നറിയാതെ, ആത്മീയം എന്തായെന്ന് ഗ്രഹിക്കാതെ സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ദൈവവേല ചെയ്യുന്ന പ്രവാചകന്മാരുണ്ട്. സ്നേഹിതരെ, ഭയപ്പെടുക. ബിലയാമിൻ്റെ കണ്ണ് തുറന്നപ്പോൾ ബിലയാം വാളൂരി പിടിച്ച് നിൽക്കുന്ന ദൈവദൂതനെ കണ്ടു. നമുക്ക് വായിക്കാം. വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന
ദൈവദൂതനെ കണ്ടു. 30-ാം വാക്യം മുതൽ വായിക്കാം. 22-ാം അധ്യായം 30-ാം വാക്യം മുതൽ. കഴുത ബിലയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ? കാലമൊക്കെയും എന്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബിലയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചത് എന്ത്? ഇതാ ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ദൈവജനത്തെ ശപിക്കാൻ പുറപ്പെടുന്നവൻ്റെ വഴി നാശകരമാണ്. ദൈവത്തിൻ്റെ വേലയെ തടുക്കുന്നവൻ്റെ വഴി നാശകരമാണ്. ദൈവത്തിൻ്റെ ജനത്തിന് നാശം വരണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ വഴി നാശകരമാണ്. ദൈവത്തിൻ്റെ ജനത്തിന് ഏതെങ്കിലും തരത്തിൽ ദോഷമോ ഏതെങ്കിലും തരത്തിൽ ഹാനിയോ ഏതെങ്കിലും തരത്തിൽ പ്രയാസമോ വരണമെന്ന് ആഗ്രഹിക്കുന്നവൻ്റെ വഴി നാശകരമാണ്. നിൻ്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. എൻ്റെ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം ആദ്യ ഭാഗം വായിക്കുമ്പോൾ കാണാം, ഈ ചെറിയവരിലൊരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ ചെറിയവരിലൊരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിലാണ് നാം അത് കാണുന്നത്. ഈ ചെറിയവരിലൊരുത്തനെന്ന് പറയുന്നത് ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ്. ദൈവത്തിൻ്റെ പ്രിയമക്കൾ, ദൈവത്തിൻ്റെ പ്രിയജനം. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കെ വന്നു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കേയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. വായിക്കാം, 10-ാം വാക്യം വായിക്കാം. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ മഹത്വമാർന്ന സ്വഭാവം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് സമർപ്പിച്ച് മുന്നോട്ട് വരുന്ന ജനത്തെ, ദൈവത്തിൻ്റെ മഹത്വമേറിയ വേല ചെയ്യുവാൻ നിഷ്കളങ്കമായ ലാക്കോടെ സ്ഥാപിത താല്പര്യമില്ലാത്ത വേല ചെയ്യുന്ന ദൈവജനത്തെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ജനത്തെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹം വരുത്തുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾക്ക് അപകടമാണ്. തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗത്തിൽ ഈ ചെറിയരിൽ ഒരുത്തിന് വേണ്ടി നിയമിക്കപ്പെട്ട കാവൽ മാലാഖമാർ, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്നേഹിതരെ, നാം ദൈവത്തിൻ്റെ പ്രിയ മക്കൾ, നാം വിലയേറിയവരാണ്. നാം ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണ്. നമുക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന കാവൽ മാലാഖമാർ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുമുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവ തിരുമുഖത്തേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മെ സംരക്ഷിക്കുന്നു. സ്വർഗീയ ദൂതന്മാർ സംരക്ഷിക്കുന്നവരാണ് നാം. നിങ്ങളിത് കേൾക്കുമ്പോൾ തോന്നും, അങ്ങനെ ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താണ് രോഗം വരുന്നത്? പിന്നെ എനിക്കെന്താണ് എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്? പിന്നെ എന്താണ് എനിക്ക് ഇത്ര വരുത്ത് കടം വരുന്നത്? പിന്നെ എന്താണ് എൻ്റെ കുടുംബത്തിൽ പലതരത്തിൽ അലോഹ്യങ്ങളും ഇഷ്ടക്കുറവുകളും മുഷിച്ചിലുകളും വരുന്നത്? കുടുംബത്തിൽ ഐക്യമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പരീക്ഷ പാസ്സാകാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് ജോലി കിട്ടാത്തത് എന്തുകൊണ്ടാണ്? എൻ്റെ വിവാഹം നടക്കാത്തത് എന്തുകൊണ്ടാണ്? എനിക്കൊരു പിഞ്ചു കുഞ്ഞിനെ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ മാലാഖമാരെ എനിക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്താണ് ആക്സിഡൻറ്റ് വന്നത്? എനിക്കെന്താണ് അത്യാഹിതം വന്നത്? സ്നേഹിതരെ, നിങ്ങൾ പലർക്കും ഇമാതിരിയുള്ള ചിന്തകൾ വരാവുന്നതാണ്. എന്നാൽ നിങ്ങൾ കേൾക്കൂ, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. ഏറ്റവും വലിയ ആത്യന്തിക നന്മ നമുക്ക് തരുവാൻ ദൈവം നിർണയിച്ചിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് കരുതുകയാണ്. ഇന്നുള്ള ഈ കഷ്ടപ്പാടുകൾ അത് തൽക്കാലം നിങ്ങൾ വിട്ടിട്ട് കഴിഞ്ഞ കാലങ്ങൾ വന്നുപോയ കഷ്ടതയുടെ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കൂ. രോഗം വന്ന നാളുകൾ, ദുരിതം വന്ന നാളുകൾ, പ്രതിസന്ധികൾ വന്ന നാളുകൾ, നിങ്ങൾക്ക് വലിയ ദുർഘടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്ന നാളുകൾ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നന്നായി ആ കാലങ്ങൾ എനിക്ക് ആത്മീയ അഭിവൃദ്ധിക്കായി ഉതകിയല്ലോ എന്ന്, എനിക്ക് ആത്മാവിൽ നിൽക്കുന്നതിന് സഹായമായല്ലോ എന്ന്, ഞാൻ മാനസാന്തരപ്പെടുന്നതിന് മുഖാന്തരമായല്ലോ എന്ന്. എനിക്ക് വന്ന ദുരിതങ്ങൾ, എനിക്ക് വന്ന ആപത്തുകൾ, എനിക്ക് വന്ന കഷ്ടങ്ങൾ, എനിക്ക് വന്ന നഷ്ടങ്ങൾ, എൻ്റെ കർത്താവേ, അതെല്ലാം നീ എൻ്റെ ആത്യന്തിക നന്മയ്ക്കാക്കി മാറ്റിയല്ലോ. എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഉതകിയല്ലോ. എനിക്ക് വീണ്ടും ജന്മം കിട്ടുന്നതിന് അത് മുഖാന്തരമായി തീർന്നല്ലോ.
എനിക്ക് എന്നെ തന്നെ ഒന്ന് കാണാൻ സഹായകമായല്ലോ, എനിക്കൊന്ന് റീതിങ്ക് ചെയ്യാനത് സഹായമായല്ലോ. ചിലതെല്ലാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നതിന്, ചിലതെല്ലാം എനിക്ക് തിരുത്താനുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നതിന് അത് മുഖാന്തരമായി തീർന്നല്ലോ. കർത്താവേ നന്നായി, കഷ്ടപ്പാടിൻ്റെ നാളുകൾ വന്നത് നന്നായി. നീ എന്നെ മറന്നില്ല, നീ എന്നെ ഉപേക്ഷിച്ചില്ല, നീ എന്നെ മാറ്റിക്കളഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. നീ എന്നെ തള്ളിക്കളഞ്ഞില്ല. നിൻ്റെ കണ്ണ് എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. നിൻ്റെ ദൂതന്മാർ എനിക്ക് വേണ്ടി തിരുമുഖം എപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ വായിക്കുന്നത് അങ്ങനെയാണ്: ഈ ചെറിയ വല്ലവരത്തിനെ തുച്ഛീകരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും 14 വാക്യം നമുക്ക് വായിക്കാം. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. ഈ ചെറിയവരിൽ ഒരുത്തൻ ഇപ്പോൾ ഈ ഭൂമിയിൽ വിലകെട്ടവനായിരിക്കാം, വലിയ വിദ്യാഭ്യാസമില്ലാത്തവനായിരിക്കാം, വലിയ ആരോഗ്യമില്ലാത്തവനായിരിക്കാം, വലിയ പണമില്ലാത്തവനായിരിക്കാം, വലിയ താടിമോടി പ്രതാപങ്ങളൊന്നും ഇല്ലാത്തവനായിരിക്കാം. പക്ഷേ ഈ ചെറിയവരിലൊരുത്തൻ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടമല്ല. ഈ ചെറിയവരിലൊരുത്തൻ നശിച്ചു പോകുന്നത്, ഈ ചെറിയവരിലൊരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. എൻ്റെ സഹോദരങ്ങളെ, നാം ദൈവത്തിൻ്റെ പ്രിയ ജനമാണ്. നാം ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങത്തക്കവണ്ണം, തൻ്റെ ജീവന് പകരമായി നമ്മെ കാണത്തക്കവണ്ണം നാം വിലയേറിയവരാണ്. തൻ്റെ സ്വർഗീയ ജീവന് പകരമായി തൻ്റെ ജീവനായ, തൻ്റെ സ്വന്തം ജീവനായ ആ തിരുരക്തത്തിൻ്റെ പകരമായി നമ്മെ കാണത്തക്കവണ്ണം നാം വിലയേറിയവരാണ്, നാം മാന്യരാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം: നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ എണ്ണിയിരിക്കുന്നു എന്ന്. നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ പറയും: പുഴുവായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഇസ്രായേൽ ജനമേ, ഇസ്രായേൽ പരീക്ഷയെ, ഇസ്രായേൽ വംശമേ, നീ ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിൻ്റെ ദൈവമാകുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിൻ്റെ അരമുറുക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനം 43-ാം അധ്യായം ആദ്യ ഭാഗം നോക്കുന്നു, വായിച്ചു കേൾക്കാം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, നദികളിൽ കൂടി കടന്നു പോകും പോലെ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയി എന്ന് വരാം. തീയിൽ കൂടി കടന്നു പോകുന്ന പോലെ, അഗ്നിശോധനയിൽ കൂടി കടന്നുപോയി എന്ന് വരാം. താങ്ങാനാവാത്ത വിപത്തുകളെ നേരിടേണ്ടി വന്നു എന്ന് വരാം. അത്യാഹിതങ്ങളെ അഭിമുഖീകരിച്ചു എന്ന് വരാം. പ്രതിസന്ധികളെ, രൂക്ഷമായ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു എന്ന് വരാം. എന്നാൽ നീ തീയിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ. നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്. ലോകത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് മാന്യതയില്ല. പലരും നമ്മെ കളിയാക്കുന്നുണ്ട്, പലരും നമ്മെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ചിലർ നമ്മെ പരിഹസിച്ച് മാറ്റുന്നുണ്ട്, ചിലർ നമ്മളെ ഒറ്റപ്പെടുത്തുന്നുണ്ട്, ചിലർ നമ്മളെ ചെറുതാക്കുന്നുണ്ട്. ബിലിറ്റിലിങ്, ക്യാരക്ടർ അസാസിനേഷൻസ്, എന്തെല്ലാമാണ് നാം നേരിടേണ്ടി വരുന്നത്. എന്നാൽ സ്നേഹിതരെ കേൾക്കൂ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നതാണ് കർത്താവ് പറയുന്നത്. സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എങ്ങനെ സഹോദരങ്ങളെ? അതാണ് അത്ഭുതം. തൻ്റെ പ്രിയപുത്രനിൽ കൂടെ നിത്യനായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. തൻ്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. തൻ്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവൻ നമുക്ക് മറുവിലയായി കൊടുത്തിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവരക്തം നമുക്ക് മറുവിലയായി ഊറ്റിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കുരിശിന്മേൽ 3 ആണികളിൽ പിടഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ദാഹിക്കുകയായിരുന്നു, മനുഷ്യജാതിക്ക് വേണ്ടി ദാഹിക്കുകയായിരുന്നു. എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞ് കുരിശിന്മേൽ കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, യേശുനാഥൻ നമ്മുടെ ആത്മാവിന് വേണ്ടി ദാഹിക്കുകയായിരുന്നു, നമുക്ക് നിത്യജീവൻ തരാൻ വേണ്ടി ദാഹിക്കുകയായിരുന്നു, നിത്യസ്വർഗത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് നമ്മെ ആനയിക്കുവാൻ വേണ്ടി ദാഹിക്കുകയായിരുന്നു. ആ സ്നേഹം നമുക്ക് വേണ്ടി ദാഹിക്കുകയായിരുന്നു.
ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ, ആ ക്രൂസിലെ സ്നേഹം ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന് തൻ്റെ ദാഹം നിങ്ങളെ അറിയിക്കുകയാണ്. മോനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് ആ ദാഹം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. അന്നത്തെ ജനം യഹൂദ പരീക്ഷകൾ അവർ ഗ്രഹിച്ചില്ല. യേശു ദാഹിക്കുന്നു പറഞ്ഞതിൻ്റെ പൊരുൾ അവരെ മനസ്സിലാക്കിയില്ല. എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവരെ ഗ്രഹിച്ചില്ല. യേശു എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞതിൻ്റെ ആശയം എന്താ എന്ന് അവർ വിചാരിച്ചു. എരിവരി വെയിലത്ത് കിടക്കുകയല്ലേ, അതുകൊണ്ട് ദാഹം ഉണ്ടായിരിക്കും. കയ്പ് കാടി ഓടത്തണ്ടിന്മേൽ അവരെ ചുണ്ടിനോട് അടുപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു ദാഹിച്ചത് വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നില്ല. യേശു ദാഹിച്ചത് ഈ ശാരീരിക ദാഹമായിരുന്നില്ല, ആത്മാവിൻ്റെ അന്തർദാഹമായിരുന്നു. ആഴം ആഴത്തെ വിളിക്കുകയായിരുന്നു, ആഴിയെ വിളിക്കുകയായിരുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴം മനുഷ്യഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ വിളിക്കുകയായിരുന്നു. നീർച്ചാട്ടങ്ങളുടെ ഇരച്ചാൽ ആഴിയെ വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആഴിയെ വിളിക്കുന്നു. ദ ഡീപ്പ് കോൾ ഓഫ് ദ ഡീപ്പ്, ആഴം ആഴത്തെ വിളിക്കുന്നു. സഹോദരങ്ങളെ, ദൈവസ്നേഹത്തിൻ്റെ ആഴം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തെ വിളിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന സ്നേഹം നിങ്ങളെ വിളിക്കുകയാണ്. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂസിലെ സ്നേഹം നമ്മെ വിളിക്കുന്നു. അവൻ നമ്മെ വിലയേറിയരാക്കാൻ ആഗ്രഹിക്കുന്നു, അവൻ നമ്മെ മാന്യരാക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെതിരായി പോകുന്നത് അതെല്ലാം വഴി നാശകരമാണെന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. നീ പോകുന്നത് നാശകരമായ വഴിയിലാണ് എന്ന് ദൈവത്തിൻ്റെ ജനത്തിനെതിരായി നിൽക്കുന്നവരോട് ദൈവം കർശനമായി കൽപ്പിക്കുന്നു. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ട് നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. ദൈവജനത്തിനെതിരായി നിൽക്കുകയില്ല, ദൈവവേലയ്ക്കെതിരായി നിൽക്കുകയില്ല, ദൈവത്തിന് നമ്മൾ സുവിശേഷത്തിനെതിരായി നിൽക്കുകയില്ല. ദൈവത്തിനായി എൻ്റെ ജീവിതം ഞാനിതാ ഫലമേൽപ്പിക്കുന്നു. എൻ്റെ നാഥ, എൻ്റെ ആയുസ് മുഴുവനും യേശുവേ എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച് രക്ഷകൻ്റെ പ്രിയ സാക്ഷിയായി തീരുവാൻ ഞാനിതാ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് സമർപ്പിക്കാം, ജീവിതം ക്രിസ്തുവിന് ഫലമേൽപ്പിക്കാം, വിശുദ്ധിയുടെ ജീവിതം തുടങ്ങാം, ഒരു പുതിയ പാത തിരഞ്ഞെടുക്കാം. ദൈവത്തോട് ചേർന്ന് പോകുന്ന പുതിയ പാതയിലൂടെ, അനുഗ്രഹത്തിൻ്റെ ബന്ധാവിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും നിൻ്റെ കൃപയിൽ പരിപാലിക്കണമേ. നാഥ, എൻ്റെ രണ്ടാമത്തവന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ, മനോഭാവത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഹൃദയ സമാധാനമില്ലാതെ വലയുന്നവർക്ക് ശാന്തിയും സൗഭാഗ്യവും നൽകണമേ. എല്ലാവരെയും കൃപയിൽ പൊതിയണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമീൻ.